لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم ولا تلبسوا الحق بالباطل وتكتموا الحق وأنتم تعلمون يا أيها الناس اتقوا الله وعباد الله ബഹുമാനമുള്ള വിശ്വാസികളെ പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ്. നബീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കുന്ന വിശ്വാസികളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന എല്ലാ സഹോദരി സഹോദരന്മാരുടെയും രോഗങ്ങൾ ഷാഫിയായ റബ്ബ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഒരു സഹോദരൻ ന്യൂമോണിയ കൊണ്ടും ജോണ്ടിസ് കൊണ്ടും അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്കുമായിട്ട് ICUയിലുണ്ട്. അല്ലാഹു അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് ശിഫ നൽകുമാറാകട്ടെ. വേറൊരു സഹോദരന്റെ ഒരു ഓപ്പറേഷൻ ഉണ്ട്. എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. പിന്നീട് അതിനോടനുബന്ധിച്ചാണ് മറ്റൊരു ഓപ്പറേഷൻ. നല്ലൊരു തൗഹീദിന്റെ ഒരു പ്രവർത്തകനാണ്. അല്ലാഹു അദ്ദേഹത്തിനും സൗഖ്യം നൽകുമാറാകട്ടെ. സഹോദരന്മാരെ
അഹ്ലുൽ കിതാബ് എന്ന് വിശേഷിക്കപ്പെടുന്ന യഹൂദികളായിട്ടുള്ള ആൾക്കാർ അവരുടെ ഒരു ദുർസ്വഭാവം അല്ലെങ്കിൽ ഒരു ദുഷിച്ച സ്വഭാവം പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നതാണ്. അവർ ചെയ്യുന്ന ഒരു കാര്യമാണ് സത്യത്തെ അസത്യമായി കൂട്ടിക്കലർത്തുക, നീതിയും അനീതിയും കൂട്ടിക്കലർത്തുക, സത്യത്തെ മറച്ചു വെക്കുകയും ചെയ്യും. ഇത് രണ്ടും നമുക്ക് കാണാൻ പറ്റുന്നത് വേർതിരിച്ചെടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ആ വിഷയം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്തിന് എന്ന് പറഞ്ഞാല് നമ്മൾ അവരെ പോലെ ആയി പോകാൻ പാടില്ല. നമ്മൾ സത്യത്തിൽ നിലകൊണ്ട് നമ്മുടെ ജീവിതവും അതുപോലെ തന്നെ നമ്മുടെ ദീനും സത്യത്തിൽ നിലകൊണ്ട് മുന്നോട്ട് പോകുന്നവരായി. നിങ്ങൾ സത്യം അസത്യവുമായി കൂട്ടിക്കൊടുക്കരുത്, മിക്സ് ആക്കരുത്, അതിന്റെ വേർതിരിച്ച് തന്നെ നിർത്തണം. സത്യത്തിന്റെ കാര്യം ഒന്നുകൂടെ അള്ളാഹു കൊടുത്തു പറഞ്ഞു, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് സത്യം മറച്ചു വെക്കുകയും ചെയ്യരുത്, സത്യം മൂടി വെക്കുകയും ചെയ്യരുത്. ഇത് യഹൂദികള് അവരുടെ ജീവിതത്തിൽ അന്നും ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന അവരുടെ ഒരു ദുർസ്വഭാവത്തിൽപ്പെട്ടതാണ്. ഈ വിഷയം ഈ പരിശുദ്ധ ഖുർആന്റെ ആയത്തിൽ പറയാൻ കാരണം, നമ്മുടെ നാട്ടില് ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കൊണ്ടു നടക്കുന്ന ക്രൈസ്തവരുടെ ബർത്ത്ഡേ ആഘോഷം, ഇത് സത്യവും അസത്യവുമായിട്ട് കൂട്ടിക്കലർത്തിയിരിക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, സഫർ മാസത്തിന്റെ അവസാനത്തെ ബുധനാഴ്ച അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പരിപാലിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെങ്ങായി മാപ്പിളയും കൂടെ ചക്കരക്കഞ്ഞി ഉണ്ടാക്കിയിട്ട് വീടുകൾ തോറും കൊടുത്ത നാടാണ് നമ്മൾ. ഏത് സഫർമാസം ലാസ്റ്റ്. അപ്പൊ തുടങ്ങിയത് എങ്ങനെ ഒരു അസുഖത്തിലാണ്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസുഖത്തിൽ തുടങ്ങി അതിന് സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട്, പക്ഷെ അവരറിയുന്നില്ല എന്താണ് അവിടെ സംഭവിച്ചത്. അസുഖം അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പരിപാലിച്ചതിന് ശേഷമുള്ള ഓരോ നിമിഷങ്ങളും ഹദീസിൽ വ്യക്തമാണ്, വഫാത്ത് വരെയുള്ള സമയം. പക്ഷെ ഈ സ്റ്റാർട്ടിംഗ് സമയത്ത് ഇവര് പിഞ്ഞാണം കുടിക്കുക, പല പല കാര്യങ്ങളും മധുരം വിതറുക, പരിപാലിച്ചു. ഇങ്ങനെ സന്തോഷിച്ചതാരാണ്? യഹൂദികളാണ്. അറിഞ്ഞ് തുടങ്ങി സഫർമാസം അവസാനം തുടങ്ങി ഈ ഫുഡ് കഴിക്കല്, സന്തോഷം പ്രകടിപ്പിക്കല്, വഫാത്താവുന്ന ദിവസം ഇന്ന് ലോകമൊത്തവും ആഘോഷിച്ചുകൊണ്ടിരിക്കും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ലമ്മാ കാന യൗമല്ലദീ ദഖല ഫീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന, മദീനയിൽ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന വിഷയം അനസ് റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. അല്ലാഹു മിൻഹാ കുല്ലു ഷൈ, അവിടെ എല്ലാം പ്രകാശപൂരിതമാണ്. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത് വഹീമായിട്ടാണ്, അല്ലാഹുവിന്റെ വഹീമായിട്ടാണ്, നൂറുമായിട്ടാണ്. മദീന വെളിച്ചമായി. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വെളിച്ചമായ മദീന എന്ന് പറയുന്ന ആ പുണ്യ സ്ഥലത്തിന് എന്ത് സംഭവിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ സമയം അതെന്തായി മാറി? ഫലമ്മ ദഖല യൗമല്ലദീ മാത ഫീഹി അദ്ലമ മിൻഹാ കുല്ലു ഷൈ, അവിടെ മദീന അന്ധകാരമാവുകയും ചെയ്തു. അപ്പോൾ മദീന വെളിച്ചമായ ഭാഗം മാത്രമാണ് നമ്മുടെ നാട്ടിലുള്ളത്. മദീന അന്ധമായ ദിവസമുണ്ടല്ലോ, സ്വഹാബിമാര് കരഞ്ഞ ദിവസമുണ്ടല്ലോ, സ്വഹാബിമാരുടെ ഹൃദയം വേദനിച്ച ദിവസമുണ്ടല്ലോ, അതെല്ലാം മദീന അന്ധമായ അന്ധകാരമായ ദിവസമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ആ മഹാനവരുടെ ഹൃദയത്തിൽ നിന്ന് വേദനിച്ചുകൊണ്ട് ലോകത്തിന്റെ നേതാവായ നബിന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി എന്ന് പറയാൻ ധൈര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച ദിവസം മദീന അന്ധകാരമായ ദിവസമായിരുന്നു. ഇതാണ് നമ്മൾ പറഞ്ഞത്, സത്യവും അസത്യവും കൂട്ടിക്കലർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് ഏതാണ് സത്യം എന്നറിയില്ല. സഹോദരന്മാരെ സഹോദരന്മാരെ, ഓരോ വിഷയങ്ങളും ഇങ്ങനെയാണ്. അപ്പം മദീന അന്ധകാരമായ ഇരുണ്ട ദിവസം, വെളിച്ചം വിട്ടുപോയ ദിവസം, അന്നത്തെ ചരിത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഏറ്റവും നമുക്കറിയാവുന്ന ഒരു ഉദാഹരണം ബിലാൽ റളിയല്ലാഹുവിന്റെ ചരിത്രമാണ്. ബിലാൽ റളിയല്ലാഹുവിന്റെ ചരിത്രം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് ഉപകാരം ചെയ്ത വ്യക്തി ആരെങ്കിലും ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും.
അത് സാമ്പത്തികമാവും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെയാവും, നമുക്കൊരു നല്ല ഡയറക്ഷൻ തന്നവർ. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല കാര്യം നമ്മളെ ചെയ്തു തന്നു, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മളെ സഹായിച്ചു പറ്റും. അവരെ നമ്മൾ ഒരിക്കലും വെറുക്കുകയോ അവരോട് നമ്മൾ ദേഷ്യപ്പെട്ട് കോപപ്പെട്ട് സംസാരിക്കുകയോ ചെയ്തില്ല, ഒരിക്കലും ചെയ്തിട്ടില്ല. അത് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ അവരോട് കോപിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ നമ്മൾ ആലോചിച്ച് നോക്കും. നമ്മൾ ഇഷ്ടപ്പെട്ടവരാരും ആയിക്കോട്ടെ, നമ്മുടെ ഉമ്മയായിക്കോട്ടെ, ഉപ്പയായിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, അവരോട് നമ്മൾ ദേഷ്യപ്പെട്ട് എന്നൊരു സാഹചര്യം നിങ്ങൾ ആലോചിക്കും. അതേപോലെയുള്ള ബന്ധമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ബിലാൽ റളിയല്ലാഹു തമ്മിലുള്ളത്. ബിലാൽ റളിയല്ലാഹുവിന്റെ മർദ്ദന മുറകള് ആ ഉമയ്യദ് ബിൻ ഖലഫ് എന്ന് പറയുന്ന ആ ഖുറൈശി നേതാവ് ബിലാൽ റളിയല്ലാഹുവിനെ മർദ്ദിക്കാനുള്ള കാരണം എന്താ? അടിമയായിരുന്നു. നാളെ എന്ത് ചെയ്യണം, നാളെ ഏത് സമയത്ത് എഴുന്നേൽക്കണം, ഏത് സമയത്ത് ഫുഡ് കഴിക്കണം, ഇതിന് പോലും സ്വാതന്ത്ര്യമില്ലായിരുന്ന ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു ഉമയ്യദ് എന്ന് പറയുന്ന ഖലഫ് എന്ന് പറയുന്ന വ്യക്തിയുടെ അടിമയായി. അങ്ങനെയുള്ള വ്യക്തിയെ മർദ്ദിക്കാനുള്ള കാരണം എന്താ? മർദ്ദിക്കാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചതിന്റെ പേരില്ല. അതിനു മുമ്പ് അടിമത്തം എന്തായിരുന്നു? ഭക്ഷണം കഴിക്കാൻ സ്വാതന്ത്ര്യമില്ല, ഇരിക്കാൻ സ്വാതന്ത്ര്യമില്ല, കിടക്കാൻ സ്വാതന്ത്ര്യമില്ല, അവർ പറയുന്ന സമയത്ത് ചെയ്യണം. പക്ഷെ മർദ്ദിക്കാനുള്ള കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന പുണ്യമായ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചതിന്റെ പേരിലാണ്. അപ്പോൾ ഉമയ്യദ് ബിൻ ഖലഫ് എന്ന് പറയുന്ന ആ ദുഷ്ടൻ എന്ത് ചെയ്തു? ഇതിൽ നിന്ന്, ഈ മർദ്ദനത്തിൽ നിന്ന്, മർദ്ദന മുറകൾ കൂട്ടുകയും അതിൽ നിന്ന് പിൻവാങ്ങണമെങ്കിൽ ഒരേ ഒരു കരാറുകൾ എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിശ്വസിക്കണം. അപ്പോൾ അവിശ്വസിക്കാൻ പാടില്ല, അവിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് മർദ്ദന മുറകൾ വീണ്ടും തുടർന്നത്. നമ്മളെല്ലാവരും അതുപോലെ തന്നെ ക്ലാസ്സിലൊക്കെ കേൾക്കുന്നതാണ് ബിലാൽ റളിയല്ലാഹു മർദ്ദിച്ച രീതി ഘോരം. ഈ സമയത്ത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാക്കാം, ഘോരമായ വെയിലുള്ള, അതിശക്തമായ വെയിലുള്ള സമയത്ത് ചിലപ്പോൾ അത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ വെയിലിന്റെ ചൂടിനെ കുറിച്ച് നമുക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള വെയിലിൽ നമുക്കൊന്ന് പുറത്ത് നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നഗ്നനായിട്ട് നിലത്തിൽ കിടക്കുന്ന അസി. കിടത്തുമ്പോൾ തന്നെയല്ല, പിന്നെ പാറയൊക്കെ എടുത്ത് ഈ മുകളിൽ വെക്കും. തന്നെയുമല്ല, മറ്റു ആൾക്കാരെ കൊണ്ട് ആ വെച്ച പാറ കാലിൽ കീറിട്ട് വലിക്കും. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ശത്രുക്കളായിട്ടുള്ള ആൾക്കാർ വരെ ബിലാൽ റളിയല്ലാഹുവിന്റെ കാതിൽ വന്ന് പറഞ്ഞു, നിങ്ങൾ, കാരണം ശത്രുക്കൾക്ക് വരെ അവരുടെ മനസ്സലിഞ്ഞു പോകും. ഈ ചെയ്യാൻ കൽപ്പിച്ചിട്ടുണ്ടല്ലോ, കൂലിക്കാരുണ്ടല്ലോ, അവരറിയാതെ വന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ഇല്ലെങ്കിൽ, മനസ്സിലില്ലെങ്കിൽ പോലും ബിലാൽ ഒന്ന് രാത്രിയിൽ നിന്ന് വിളിച്ച് അദ്ദേഹത്തെ കാണിക്കാൻ വേണ്ടി വിളിച്ചു. എന്നിട്ട് പോലും ഇല്ല, അഹദ് അഹദ് എന്ന് പറഞ്ഞ് ബിലാൽ റളിയല്ലാഹു മർദ്ദനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണുന്നത്. ആ സമയത്താണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്, എന്തിനായി ആക്രമിക്കുന്നത്? പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹുവിനെ ആരാധിച്ചു എന്ന പേരിലല്ലേ നിങ്ങളെ ആക്രമിക്കുന്നത്? പിന്നെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യുന്നത്? അദ്ദേഹം പറയുന്ന തുക കൊടുത്തിട്ട് ബിലാൽ റളിയല്ലാഹുവിനെ മോചിപ്പിക്കണം. ഇതാണ് അവർ തമ്മിലുള്ള ബന്ധം. ഇതിന്റെ വിഷയങ്ങള് സൂറത്തുൽ ലൈലില്, അതിന്റെ തഫ്സീറിൽ ഈ ചരിത്രങ്ങൾ ശരിക്കും വിവരിക്കുന്നു സൂറത്തുൽ ലൈലിൽ. സഹോദരന്മാരെ, അങ്ങനെയുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മുഖത്ത് നോക്കിയിട്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും ബിലാൽ റളിയല്ലാഹു അൻഹു നിങ്ങൾ എങ്ങനെയാണ് എന്നെ ഇങ്ങനെ ചെയ്തതെന്നൊരു ചോദ്യം ഒരിക്കലും ചോദിച്ചിട്ടില്ല. കാരണം അതൊരു റെസ്പെക്ട് കൊണ്ടാണ്, ബഹുമാനം കൊണ്ടാണ്. അവർ തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ്. ഇനി നമ്മൾ ചരിത്രത്തിലേക്ക് വരുമ്പോൾ, ബിലാൽ റളിയല്ലാഹുവിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാനുള്ള ഒരു അവസരം ബിലാൽ റളിയല്ലാഹു വന്നു. എങ്ങനെ ബിലാൽ റളിയല്ലാഹുവിന്റെ ഹൃദയത്തിൽ നിന്ന് ഒരു ദേഷ്യം വരുന്നത് പോലെ ഒരു ചോദ്യം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് ചോദിക്കുകയുണ്ടായി. ആ ചോദ്യം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ നടുക്കിക്കളഞ്ഞു, പേടിപ്പിച്ചു. കാരണം എന്താണെന്നറിയുമോ? നമുക്കറിയാം, വഫാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കുന്ന സമയത്ത് എല്ലാവരും ഭയന്നു പോയ സമയമാണ്. എല്ലാ ജനങ്ങളും ഭയന്നു പോയ സമയത്താണ് അവരെ എല്ലാവരെയും പിടിച്ചു നിർത്തിയ ആളാരാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു ഭയന്നു പോയ സമയത്ത് എന്ത് ചെയ്യണമെന്നറിയില്ല. ആ സമയത്ത് അവരെ എല്ലാം കൺട്രോൾ ചെയ്ത, അവരെ എല്ലാം നേരെ നിർത്തിക്കൊണ്ട് പരിശുദ്ധ ഖുർആനിലെ ആയത്ത് ഓതിക്കൊണ്ട് അവരെ നിലത്ത് നിർത്തി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പതറിപ്പോയ ഒരേ ഒരു സന്ദർഭം ബിലാൽ റളിയല്ലാഹുവിന്റെ ചോദ്യത്തിന് മുമ്പിലാണ്.
കാരണം എന്താ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അസദ് ഗോത്രം, കൽബ് ഗോത്രം, ഗദ്ഫാൻ ഗോത്രം എന്ന് പറയുന്ന ആ ഗോത്രക്കാര് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം സകാത്ത് കൊടുത്തില്ലായിരുന്നു. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, സമ്പത്തും സക്കാത്തും അതുപോലെ സ്വലാത്തും സക്കാത്തും വേർതിരിച്ചവരാരാണോ അവരോട് ഞാൻ യുദ്ധം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പതറിപ്പോയ സന്ദർഭം ബിലാൽ റളിയല്ലാഹു അൻഹു ചോദ്യത്തിന് മുമ്പിലാണ്. സഹോദരന്മാരെ സഹോദരിമാരെ, എപ്പോഴാണ് ബിലാൽ റളിയല്ലാഹു അൻഹു ആ ചോദ്യം ചോദിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ സത്യവും അസത്യവും കൂട്ടിക്കലർത്തരുത് എന്ന് യഹൂദികളുടെ കാര്യം വിവരിച്ചത് അടുത്ത്, അല്ലെങ്കിൽ അവരെ വിവരിച്ച് അവരെ പഠിപ്പിച്ചതുപോലെ നമ്മൾ ഈ സത്യം അറിയണം. ഏത് സമയത്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ മദീന എന്തായി? അന്ധകാരത്തിലെ ഇരുട്ടിലായി. ബിലാൽ റളിയല്ലാഹു അൻഹു വളരെ വിഷമമായി. ആ സമയത്താണ് ബിലാൽ റളിയല്ലാഹു അൻഹു ഖലീഫത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത ഖലീഫയായിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുമ്പിൽ പോയി പറയുന്നത്, ഞാൻ കേട്ടിട്ടുണ്ട് അമീറുൽ മുഅ്മിനീൻ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തോന്ന്? സമീഅത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ദലുൽ അമൽ ഏതാ? ജിഹാദ് ഫീ സബീലില്ലാഹ് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രസിദ്ധമായ ഈ ദീനിന് വേണ്ടി ധർമ്മസമരം ചെയ്ത് മരണമടയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവരുടെ സംസാരങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തെ കുറിച്ച് നിങ്ങൾ ഇവിടെ തന്നെ നിലകൊള്ളണം. നമ്മൾ ബാങ്ക് കൊടുക്കണം. ഞങ്ങൾക്ക് ഇനി ആരാണ് ബാങ്ക് കൊടുക്കാനുള്ളത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ സഹോദരന്മാരെ സഹോദരിമാരെ, ബിലാൽ റളിയല്ലാഹു അൻഹു ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിന്റെ മുമ്പിൽ മാത്രമേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പതറിപ്പോയി. എന്താ ചോദിച്ചത്? നിങ്ങളന്ന് എന്നെ മോചിപ്പിച്ചില്ലേ? കിങ്കരമായിട്ടുള്ള ദുഷ്ടന്മാരായിട്ടുള്ള ആൾക്കാര് മണനാരണ്യത്തിൽ ചുട്ടുകൊള്ളുന്ന വെയിലത്ത് എന്നെ മർദ്ദിപ്പിക്കുന്നത് കണ്ടപ്പോൾ നിങ്ങൾ എന്നെ മോചിപ്പിച്ചില്ലേ? അതെന്തിനു വേണ്ടിയായിരുന്നു? നിങ്ങൾക്ക് വേണ്ടിയായിരുന്നോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പ്രഖ്യാപിച്ചു, ഞാൻ പറയാം. രണ്ടാമത് പറഞ്ഞു, നിങ്ങൾ എന്നെ മോചിപ്പിച്ചത് അല്ലാഹുവിന് വേണ്ടി ആയിരുന്നുവെങ്കിൽ എന്ന് ചോദിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു. നോക്കണം സഹോദരന്മാരെ സഹോദരിമാരെ, എന്തുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരെ എതിർക്കാതിരുന്നത്? കാരണം ബിലാൽ റളിയല്ലാഹു അൻഹു ഹൃദയത്തിന്റെ വേദന, ലോകത്തിന്റെ നേതാവായ നബീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ, മദീന അന്ധകാരമായപ്പോൾ ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തിൽ നിന്നുള്ള വേദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു എതിർക്കാൻ നിന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പറഞ്ഞു, പോകൂ ബിലാൽ, പോകൂ, നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യൂ എന്ന് പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ദിവസമാണ് സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മുടെ അനുചരന്മാർ, നമ്മുടെ സഹോദരന്മാർ ദഫുമുട്ടിക്കൊണ്ട് റോഡിലൂടെ ബഹളം ഉണ്ടാക്കിക്കൊണ്ട് റോഡ് തടസ്സപ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ട് നടക്കുന്ന ഈ ദിവസം, സ്വഹാബിമാര് വിഷമിച്ച് കരഞ്ഞ് മദീന അന്ധകാരമായ ദിവസം. സഹോദരന്മാരെ സഹോദരിമാരെ, ഇനി ഇത് കൺട്രോൾ ചെയ്യാൻ പൗരോഹിത്യത്തിന്റെ ആൾക്കാര് ഈ മുടിയും ചട്ടിയൊക്കെ കൊണ്ട് നടക്കുന്ന ആ പണ്ഡിതന്മാരുണ്ടല്ലോ, അവര് പറയുകയാണ്, നിങ്ങൾ ഇത് ചെയ്യരുത് മക്കളെ, ഇത് തെറ്റാണ് എന്ന് അവരുടെ പണ്ഡിതന്മാര് പറഞ്ഞാൽ പോലും ഇത് നിർത്താൻ സാധിക്കില്ല. അതാണ് ബിദ്അത്തിന്റെ പ്രത്യേകത. അത് ബിദ്അത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അദ്ദേഹം പറയാണ്, ഇന്ന് ഇന്ത്യയിലെ ഗ്രാൻഡ് മുഫ്തി അത് നിശ്ചയിച്ച് തന്നെ ഫാസിസ്റ്റ് ശക്തികളാണ് ഉണ്ടാക്കി അവരുടെ പൊസിഷനിൽ വെച്ചു. അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ ഇത് ഒരിക്കലും ചെയ്യരുത്, ഇത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ പോലും ജനങ്ങൾ അംഗീകരിക്കില്ല. കാരണം എന്താ? ബിദ്അത്ത് സമ്പ്രദായം തുടങ്ങിപ്പോയി, ഇനി നിർത്താൻ സാധിക്കുകയില്ല. പക്ഷെ നമ്മളും നമ്മുടെ കുട്ടികളും എന്തിനാണ് സഹോദരന്മാരെ ഇത് പഠിക്കുന്നത്? സത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ ഇവിടെ ഉണ്ടാവും. നമ്മളും നമ്മുടെ കുടുംബവും നമ്മുടെ മക്കളും ഇതറിയണം. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ ഇതിന് പ്രോത്സാഹനം നടത്തുന്ന, ഈ കാര്യങ്ങൾക്ക് പ്രോത്സാഹനം നടത്തുന്നത് എങ്ങനെയെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ നാട്ടില് സഹോദരന്മാരായിട്ടുള്ള നമ്മുടെ സമുദായത്തിന്റെ ആൾക്കാർ സത്യവും അസത്യവും കൂട്ടിക്കലർത്തുന്ന രീതി എങ്ങനെയെന്ന് നമ്മൾ മനസ്സിലാക്കണം.
അവിടെയും അല്ലാഹുവിന്റെയും റസൂലിന്റെയും സ്വഹാബത്തിന്റെയും പേര് കൊണ്ടുവരും. നിങ്ങൾ ആ സത്യം മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മജ്ലിസിൽ നൂർ തുടങ്ങുന്നത് ഇങ്ങനെ. സത്യവും അസത്യവും കൂട്ടിക്കലർന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. നമ്മുടെ കുടുംബത്തിലുള്ളവര് ചിന്തിക്കുന്നത്, ഉമ്മയെ പ്രായമായിട്ടുള്ള ആൾക്കാർ ചിന്തിക്കുന്നത് പറയുന്നത് ഷഹാദത്തല്ല, പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരല്ലേ. പിന്നെന്താ റബ്ബനാ അലാ റസൂലി നബീനാ മുഹമ്മദിൻ ഹബീബിനാ ഫകുല്ലനാ യാ റബ്ബനാ ഇങ്ങനെ ചൊല്ലും. അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്? സ്വഹാബിമാരുടെ ബദരികളുടെ പേര്. അതിനുശേഷം എന്താ പറയുന്നത്? ഇലാഹി അന്ത മഖ്സൂദി വരിദാക മത്ലൂബി. ഓ അല്ലാഹ്, യു ആർ മൈ എയിം. അല്ലാഹുവേ, നീയാണ് എന്റെ ലക്ഷ്യമെന്ന് പറയുകയാണ്. ഇതൊക്കെ എന്താ? സത്യവും അസത്യവും കൂട്ടിക്കലർത്തുന്ന രീതിയാണ്. അല്ലാഹുവേ, നീയാണ് എന്റെ ലക്ഷ്യമെന്ന് പറയുന്നതിന്റെ കൂടെ നീ ആണെന്റെ തൃപ്തി. സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു നീയാണ് എന്റെ ലക്ഷ്യം, നീയാണ് എന്റെ തൃപ്തി എന്ന് പറഞ്ഞതിന് ശേഷം അവർ ചൊല്ലുന്ന ഒരു വരിയുണ്ട്. അതാണ് അസത്യം കൂട്ടിക്കലർത്തുന്നത്. സത്യമാണ്. നമ്മളും നമ്മുടെ കുടുംബത്തും ഇതൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെയാണ് യഹൂദികളായിട്ടുള്ള ആൾക്കാരോട് അല്ലാഹു പറഞ്ഞു അത് എങ്ങനെയാണ് കൂടിക്കലർന്ന്, സത്യവും അസത്യവും കൂടിക്കലർന്ന്. ഇത്രയും നേരം പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ഷഹാദത്താണ്, സ്വഹാബിമാരുടെ പേരാണ്. അതിന്റെ കൂടെ പറയുന്ന കാര്യം ദാഹമ്മ ഉത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും. ചിന്തിച്ചു നോക്കൂ. ഇത്രയും നേരം പറഞ്ഞതിന്റെ കൂടെ സത്യം അസത്യം കൂട്ടിക്കലർത്തുന്ന രീതിയാണ്. ഇങ്ങനെയുള്ള ഒരു രീതി ഉണ്ടാക്കി എടുത്തതിന് ശേഷം ജനങ്ങളെ കൂട്ടിയതിനു ശേഷമാണ് ഇതുപോലുള്ള റിപ്പീൽ ലെവൽ വരുമ്പോൾ അവർക്ക് ആൾക്കാരെ കിട്ടുന്നത്. ഇതാണ് അതിന്റെ കൂടെ. നമ്മള് മരണത്തോടടുക്കുന്ന സമയം നമുക്ക് ദാഹം ഉണ്ടാകുമ്പോൾ, സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മൾ പല മരണങ്ങൾ കണ്ടവരല്ലേ, നമ്മുടെ കുടുംബത്തിൽ മരണങ്ങൾ ഉണ്ടായവരല്ലേ. ആ മരണ സമയത്ത് ഇബ്ലീസ് വെള്ളവുമായിട്ട് വരികയാണ്. അങ്ങനെയാണോ ഇസ്ലാം പഠിപ്പിച്ചത്? നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും മരിക്കുന്ന സമയത്ത് അല്ലാഹു ഭാഗ്യം അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ മുമ്പിൽ കൂടി നിൽക്കുന്നതൊന്നെങ്കിൽ മക്കളായിരിക്കും, അല്ലെങ്കിൽ ബാപ്പയായിരിക്കും, ഭാര്യയായിരിക്കും. അങ്ങനെ കുടുംബക്കാർ കൂടി നിൽക്കുന്ന ചരിത്രമല്ലേ ഇസ്ലാം പഠിപ്പിച്ചത്? സഹോദരന്മാരെ സഹോദരിമാരെ, ഹക്കിന്റെയും ബാത്തിലും തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ മനസ്സിലാക്കണം. ഇബ്ലീസ് കൂസിനെ കാട്ടിടും. ഇബ്ലീസ് വെള്ളവുമായി വരികയാണ്. മരിക്കാൻ പോകാൻ ദാഹമുണ്ടാകുന്ന സമയത്ത്, മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് ഇബ്ലീസ് വെള്ളവുമായിട്ട് വരുമ്പോൾ ആ ഇബ്ലീസിനെ ആട്ടിക്കളയാൻ റബ്ബേ നീ ബദരീങ്ങളുടെ തുണ നൽകണേ. ഇതാണ് മജ്ലിസ് നൂർ നമ്മുടെ നാട്ടിൽ പഠിപ്പിക്കുന്നത്. ഇതൊക്കെ അല്ലാഹുവിന്റെ റസൂലിന്റെ പേര്, ബദരീകളുടെ പേരില് നിങ്ങളൊന്ന് ആലോചിച്ചു. നമ്മൾ മരണത്തോട് മല്ലടിച്ചാണെങ്കിൽ ഇബ്ലീസ് വെള്ളം കൊണ്ടുവരാൻ പറയണം. നമുക്ക് വെള്ളം തരുന്ന ഇബ്ലീസാണോ? സഹോദരന്മാരെ സഹോദരിമാരെ, നിങ്ങൾ ചിന്തിക്കണം. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനനുസരിച്ച് ജീവിച്ചവർക്ക് ഈ നാട്ടിൽ പരിഹാസമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അല്ലാഹുവിന്റെ ഈ ഭവനം പടുത്തുയർത്തിയതിന്റെ പേരിൽ ധാരാളം ആൾക്കാർ നിങ്ങളെ വെറുക്കാനുണ്ടാകും. പക്ഷേ ലോകത്തിന്റെ നേതാവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാട്ടിത്തന്ന പ്രവാചകന്മാരുടെ പാതയിൽ, സ്വഹാബത്തിന്റെ പാതയിലാണ് നമ്മളുള്ളത്. പല പരിഹാസ പേരുണ്ടാകും. അതെല്ലാം നമ്മൾ ക്ഷമിക്കണം. അല്ലാഹുവിന് വേണ്ടി ക്ഷമിക്കണം. നമ്മൾ ക്ഷമിക്കണം. പക്ഷേ അതൊക്കെ നമ്മൾ ജനങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളാണ്. നമുക്ക് എങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം, പരിഹരിക്കാം. പക്ഷെ ഇത് ദീനിന്റെ വിഷയമാണ്. നമ്മൾ മരിക്കാൻ പോണ സമയത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ ഇബ്ലീസ് വെള്ളം കൊണ്ട് വരും. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ചിന്തിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ ശരിക്കും ചിന്തിക്കണം ഈ വിഷയം. എന്നിട്ട് നമ്മുടെ ഭാര്യ പറഞ്ഞു കൊടുക്കുന്നതിന്റെ മീനിങ് എങ്ങനെയാണെന്ന്. പിന്നെ നമ്മൾ നല്ലൊരു രീതിയിൽ ജീവിച്ചു, നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ മനുഷ്യനാണ്.
അവൻ എന്തെങ്കിലുമൊക്കെ തെറ്റി വന്നാല് അതിൽ നിന്നൊക്കെ പൊറുക്കലിനെ തേടിയിട്ട് നല്ല രീതിയിൽ ജീവിച്ച് ആ റൂഹിനെ അതാ കൊണ്ടുപോകുന്ന എങ്ങനെ നമ്മുടെ വെള്ളം വെച്ചിരിക്കും, അതിൽ ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ഒഴിക്കുന്നത് പോലെയാണ് സത്യവിശ്വാസിയുടെ റൂഹിനെ പിടിക്കുന്നത്. ഇബ്ലീസ് വെള്ളം കൊണ്ട് വരുമ്പോൾ തട്ടും. ഇതൊന്നും അല്ല. അപ്പൊ സത്യവും അസത്യവും കൂട്ടിക്കലർത്തിക്കൊണ്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇനി നിങ്ങൾ നോക്കിയോ, നമ്മുടെ ആ റൂഹ് നമ്മൾ നല്ല രീതിയിൽ അല്ലാഹുവിനനുസരിച്ച് അവിടെ തവക്കലാക്കി ജീവിച്ചാൽ ആ മൈൻഡ്, ആ മനസ്സിന് പറയുന്ന പേര് മുത്തുമൈന. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്തുമൈന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി ഫദ്ഖുലി ജന്നതി. നമ്മുടെ കുടുംബത്തുള്ള പല സഹോദരന്മാരും സഹോദരിമാരും തൗഹീദിന്റെ പാതയിലുള്ളവരെല്ലാവരും പോയി പാതയിലാണ്. അള്ളാഹുവിന്റെ തൃപ്തിയുമുണ്ട്. അതുപോലെ അള്ളാഹു തൃപ്തിപ്പെട്ടതിന്റെ കൂടെ എന്റെ ഇഷ്ടദാസന്മാരുടെ കൂടെ പ്രവേശിക്കൂ. ജന്നത്തിൽ ഇതാണ് ഒരു മുഅ്മിനിന്റെ ഒരു സത്യവിശ്വാസിയുടെ റൂഹ് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്നത്. അങ്ങനെ പോകാനുള്ള മരിക്കാനുള്ള സ്ഥലത്താണ് ഇബ്ലീസ് കപ്പിൽ ഇങ്ങനെ വെള്ളമായിട്ട് പോകുന്നത്. സഹോദരന്മാരെ, സത്യവും അസത്യവും കൂട്ടിക്കലർത്തി നമ്മുടെ ജനങ്ങൾക്ക് മനസ്സിലാകില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർ ചിന്തിക്കുന്നത് എന്ന് പറയുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി പറയുന്നത് സ്വഹാബിമാരുടെ നബിയുടെ പേര് പറയുന്നു. പക്ഷെ അതിന്റെ കൂടെ കൂട്ടിക്കലർത്തിയിരിക്കുന്ന ഇതൊരു അറബിനെ കൊണ്ട് കാണിച്ച് അവർക്ക് മനസ്സിലാക്കില്ല. കാരണം ഈ കൂട്ടെടുക്കുന്ന അറബി മലയാളത്തിലായിരിക്കും. മറ്റേ മുഹമ്മദ് റസൂലുള്ളാഹി അറബിയിലും. ഇത് മനസ്സിലാകാതിരിക്കാൻ വേണ്ടി ഈ ദായിൽ നിന്ന് രണ്ട് പുള്ളി കീഴ്പ്പെട്ടിട്ട് കാട്ടുമലയാളം ഉണ്ടാക്കി ജനങ്ങളൊക്കെ പഠിപ്പിക്കും. അത് അറബി മലയാളത്തിലാണ്. അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മുടെ സ്വഭാവത്തിന്റെ രീതി നമ്മൾ മരണത്തിൽ ദുഃഖിക്കാനോ അതുപോലെ തന്നെ ജനത്തിൽ സന്തോഷിക്കാനോ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് പറയേണ്ടി വരുന്നത് എന്താ? നമ്മുടെ സഹോദരന്മാര് ക്രൈസ്തവ സമൂഹത്തിന്റെ ബർത്ത്ഡേ കൊണ്ടുവന്നിട്ട് അത് ധാരാളം ഇങ്ങനെ ആഘോഷിക്കുന്നു. അത് അവർ പറയുന്നത് ജനങ്ങളെ മറ്റുള്ളവരോട് പറയുന്നത് കണ്ട പ്രവാചക സ്നേഹമില്ല, നബി സ്നേഹമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ച സ്വഹാബത്തിന്റെ രീതിയാണ് നമ്മൾ പഠിക്കേണ്ടത്. അതുപോലെ നമ്മൾ പഠിച്ചാൽ അത് മദ്ഹായിരിക്കും. അതാണ് യഥാർത്ഥ മദ്ഹ്, അതാണ് യഥാർത്ഥ സ്നേഹം എന്ന് നമ്മൾ തിരിച്ചറിയണം. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ നമ്മൾ പഠിപ്പിച്ചത് അതേ രീതിയിൽ നമ്മൾ ജീവിച്ച് മരിക്കുവാൻ നമ്മൾ തയ്യാറാകണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. Alhamdulillah alladhi hadana lihada wa ma kunna linahtadiya lawla an hadana Allah. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ ദീനിൽ ജീവിക്കുന്നവയെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് പ്രവർത്തിക്കാൻ വസിയത്ത് ചെയ്യുക. സഹോദരന്മാരെ പരിശുദ്ധമായ ദീനിലെ നമുക്ക് അല്ലാഹുവിന്റെ ഈ പള്ളിയുടെ വർദ്ധിപ്പിനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ക്ലാസ്സുകളും അതുപോലെയുള്ള ജീവിത പഠനങ്ങളും നഹ്വും ഗ്രാമറും എല്ലാം നമ്മളിവിടെ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കഴിയാവുന്നത് പോലെ ആ ക്ലാസ്സിൽ നമ്മൾ പങ്കെടുക്കണം. ദീനിന്റെ വിഷയങ്ങൾ നമ്മൾ പഠിക്കാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് പറയാൻ കാരണം നമ്മുടെ മാതാപിതാക്കളെ മക്കള് വളർത്തിക്കൊണ്ട് വന്നിട്ട് അവരുടെ സമ്മതമില്ലാതെ മക്കൾ വളർന്നു വരുന്ന ഒരു സാഹചര്യം സോഷ്യൽ മീഡിയയുടെ പ്രവർത്തനങ്ങൾ മൂലം നമ്മുടെ ധാരാളം മക്കള് ഏകദേശം 1-2 ദിവസം കൊണ്ട് പരിചയപ്പെട്ട ആളിനെ അവരുടെ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യം വരുന്നു. അലി റളിയല്ലാഹു തന്റെ മക്കളെ വസിയത്ത് ചെയ്ത കൂടെ ആദ്യമേ പറയുന്നത് അല്ലാഹുവെ സൂക്ഷിക്കണം, പിന്നെ ദുനിയാവിന്റെ കാര്യം പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ അതിനകത്ത് കരയുന്ന ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം നീ ജീവിതത്തിൽ സത്യം പറയണമെന്ന് പഠിപ്പിക്കുന്നു. ജീവിതത്തിൽ സത്യം മാത്രമേ പറയാവുള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ മക്കള് ഈ വിഷയം ശരിക്കും ശ്രദ്ധിക്കണം. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരു കണക്ക് കൊണ്ട് കഴിഞ്ഞ വർഷത്തെ ആത്മഹത്യയുടെ സൂസൈഡിന്റെ കണക്ക് 7,20,000 പേരാണ്
ലോകത്ത് സൂയിസൈഡ് ചെയ്ത ആത്മഹത്യ 7,20,000 പേരാണ് ആത്മഹത്യ. അതിന്റെ ഏജ് ലിമിറ്റ് 15 വയസ്സിനും 29 വയസ്സിനും ഇടയ്ക്കുള്ളവരാണ് കൂടുതൽ. 1-2% 29 പേരുള്ളത്. എങ്ങനെയാണ് ഈ 15 വയസ്സിനും 29 വയസ്സിനും ഇടയിലുള്ള മക്കള് ആത്മഹത്യയുടെ ഗതികേറുമെന്നത്? അത് നമ്മൾ ദീന് വിട്ടുപോയതുകൊണ്ടാണ്. കഴിഞ്ഞ ദിവസം നിങ്ങൾ എല്ലാവരും അറിയും, കോഴിക്കോട് നിന്ന് ഇവിടെ മംഗലാപുരത്ത് പഠിക്കാൻ വന്ന ഒരു പെൺകുട്ടി കേരളത്തിൽ ഓണാവധിയുള്ളപ്പോൾ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞ, ഉമ്മ എനിക്ക് സ്പെഷ്യൽ ക്ലാസ് ഉള്ളത് കൊണ്ട് ഓണാവധി അവിടെ ഉണ്ട്, 10 ദിവസം അവധിയുണ്ട്, അതിന് കള്ളത്തരം അല്ലെങ്കിൽ കൊടുത്ത വസിയത്ത് എന്താ? ജീവിതത്തിൽ സത്യം മാത്രമേ പറയാവൂ, അല്ലെങ്കിൽ നമ്മൾ ഈ സമസ്തക്കാരെ പോലെയാവും, യഹൂദികളെ പോലെയാവും. സത്യവും അസത്യവും കൂട്ടിക്കലർത്താൻ പാടില്ല. പെണ്ണ് വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു എനിക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്, അതോടൊപ്പം തന്നെ ലിവിംഗ് ടുഗദർ ഇന്ത്യയിൽ അനുവദനീയമാണ്. അതായത് 18 വയസ്സുള്ള ഒരു പെണ്ണും ചെറുക്കനും ഏതെങ്കിലും ലോഡ്ജിലേക്ക് ചെന്നിട്ട് ഞങ്ങൾ ലിവിംഗ് ടുഗദർ ആണെന്ന് പറഞ്ഞാല് നിങ്ങളുടെ വിവാഹ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാൻ ഇന്ത്യ ഗവൺമെന്റ് പറയുന്നില്ല, അവർക്കോടെ അനുവദിക്കും. മംഗലാപുരത്ത് പഠിക്കാൻ വന്ന പെൺകുട്ടി ലിവിംഗ് ടുഗദറുമായി വേറൊരു പുരുഷനുമായിട്ട് ഇങ്ങനെ കഴിഞ്ഞിരുന്നു എത്രയോ നാൾ. പക്ഷെ അത്രയും നാൾ വളർത്തിക്കൊണ്ടുവരുന്ന ഉമ്മയെയും ഉപ്പയെയും പഠിക്കാൻ വന്നത് തന്നെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു ഹറാമായ രീതിയിലാണ് പഠിക്കാൻ വന്നത്. സഹോദരന്മാരെ ഇതിലൊക്കെ ആ ഉമ്മയെ വിഷമിപ്പിച്ച വിഷയം, ഇത്രയും നാളെ എന്റെ മോൾ എന്റെ കൂടെ ജീവിച്ചു കള്ളത്തരം പറഞ്ഞു അവസാനം മരിക്കാൻ പോകുന്നത് ഈ ഫാനിൽ വള്ളിയിട്ട് മരിക്കുന്നതിന് മുമ്പ് വരെ അവളെ എന്നോട് കള്ളത്തരം പറഞ്ഞു. ഇതൊരു പെൺകുട്ടി ആയിരുന്നെങ്കിൽ നമുക്ക് വിട്ടുകളയാം. ബാംഗ്ലൂർ പഠിക്കാൻ പോകുന്നു, പല സ്ഥലത്തും ഇതുപോലെ നടന്നുകൊണ്ടിരിക്കുന്നു. ഉപ്പയെയും ഉമ്മയും വളർത്തിക്കൊണ്ടുവന്ന ഉപ്പയും ഉമ്മയും ഒരു സമയം 15 വയസ്സ് കഴിഞ്ഞാൽ മക്കൾക്ക് വിശ്വാസമില്ലാത്ത അവസ്ഥയിലേക്ക് അവരവരുടെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുകയാണ്. സഹോദരന്മാരെ നമ്മുടെ ഉമ്മ അന്ന് നമ്മൾ ചെറുതായിരുന്ന സമയത്ത് 1 മിനിറ്റ് ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ അവസ്ഥ എന്താവും? അത്രയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ചു കൊണ്ടുവന്ന ഉമ്മമാരെ വിഷമിപ്പിക്കുന്ന ഈ നമ്മുടെ മക്കൾ ഇങ്ങനെ ആകാനുള്ള കാരണം പരിശുദ്ധമായ ദീനിൽ നിന്ന് വിട്ടുപോകുന്നതാണ്. ദീൻ ഒരു മിതമായ രീതിയിൽ നമ്മൾ എടുത്താൽ മതി, ദീന് മുറുകെ പിടിച്ച് സ്ട്രോങ് ആക്കാൻ പാടില്ല. അങ്ങനെയുള്ളവർ ദീനിൽ നിന്ന് വിട്ടുപോകും. സ്ട്രോങ് ആയിട്ട് ദീൻ കൊണ്ടുപോകണം. അത് ഇസ്ലാമിലെ അനുവദനീയമല്ല. നമുക്ക് ചെയ്യേണ്ട ജോലികളുണ്ട്, അത് ചെയ്യണം. ജനങ്ങളായിട്ട് സമ്പർക്കമുള്ളവർ ഇതിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം. ദീൻ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീന് മറ്റു നമ്മുടെ സാമൂഹ്യ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിന്റെ ഫضل തേടിക്കുമെന്നാണ് ഇസ്ലാം പറഞ്ഞത്. പള്ളി തന്നെ ഇരിക്കാനല്ല പറഞ്ഞത്. അപ്പോ സഹോദരന്മാരെ നമ്മള് അലികളിയാഹു കൊടുത്ത ഉപദേശമുണ്ടല്ലോ, സത്യം പറയണമെന്ന്. അതൊരു വിശ്വാസിക്ക് നമുക്ക് വേണ്ടതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഉമ്മയോടും ഉപ്പയോടും ഒരു കാര്യവും നമുക്ക് മറച്ചു വെക്കാനില്ല. ഉമ്മയും ഉപ്പയും അവസാനം നമ്മൾ എത്ര വലുതായാലും നമ്മുടെ കൂട്ടുകാർ തന്നെയാണ്. നമ്മുടെ കൂട്ടുകാർ അവർ തന്നെയാണ്. ഏതെങ്കിലും ഒരു വിഷമമുണ്ടായി, എന്തെങ്കിലും ഒരു രോഗമുണ്ടായിട്ട് നമ്മൾ നഗ്നമായ രീതിയിൽ നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ അവിടെ കടന്നു വരുന്നത് ഈ ഉപ്പയും ഉമ്മയുമാണ്. അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്രയും നമുക്ക് അടുക്കൽ വരാൻ സ്വാതന്ത്ര്യമുള്ള നമ്മുടെ ഉപ്പയും ഉമ്മയിൽ നിന്ന് കള്ളത്തരം പറഞ്ഞ് നുണ പറഞ്ഞ് എന്ത് നേടും എന്നാണ് നിങ്ങൾ ആലോചിക്കുന്നത്. അങ്ങനെ ഉപ്പയും ഉമ്മയും ചതിച്ചു പോയവരുടെ ജീവിതം അവസാനിച്ചതാണ് ഈ 29 വയസ്സ്. അത് നോട്ട് ചെയ്ത് വെക്കണം. 29 വയസ്സിലപ്പുറം ഉപ്പയെയും ഉമ്മയെയും അത് അള്ളാഹുവിന്റെ ഒരു ശിക്ഷയായി. അവരുടെ ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്ക് പറഞ്ഞു നമ്മൾ പരിശോധിക്കണം. നിങ്ങൾക്ക് അതിന്റെയൊക്കെ കണക്ക്. അപ്പൊ എത്ര നമ്മൾ ദീനായാലും നമ്മൾ അത്രത്തോളം ഉയർന്നാലും നമ്മൾ പാപ്പയും ഉമ്മയെയും അനുസരിച്ച് ജീവിക്കണം. അവരോട് കാര്യങ്ങൾ ചോദിക്കണം, അവരോട് കൂടുതൽ സംസാരിക്കണം. ചില മക്കള് കോളേജൊക്കെ വിട്ടു വന്നാല് അടുക്കളയില് ഉമ്മയുടെ കൂടെ ഉമ്മയെ സഹായിച്ചുകൊണ്ട് ഉമ്മയിൽ നിന്ന് കൂടുതൽ സംസാരങ്ങൾ കേൾക്കാൻ ഇഷ്ടമാണ്. അങ്ങനെയുള്ള മക്കളോട് അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വളർണം. സഹോദരന്മാരെ അങ്ങനെയുള്ള ജീവിതത്തിൽ നിന്ന് നമ്മൾ കോളേജിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ പോകുമ്പോൾ നമുക്കൊരു 2 ദിവസം കൊണ്ടുള്ള സൗഹൃദം അതല്ല, അത് നിലനിൽക്കുന്നില്ല. സൗഹൃദം വേണം, പക്ഷേ അത് നിലനിൽക്കുന്ന സൗഹൃദം നമ്മുടെ ബാപ്പയും ഉമ്മയുടെയും അതുപോലെ തന്നെ കുടുംബത്തുള്ള ആൾക്കാരും അവരോട് കുടുംബത്തുള്ള ആൾക്കാർ നമുക്ക് നല്ല ബന്ധമുണ്ടാകും.
ഏതെങ്കിലും ഒരു വിഷയം, ഈ പെൺകുട്ടി, ഈ മരണപ്പെട്ട പെൺകുട്ടി 21 വയസ്സുകൾ, 17 വയസ്സിൽ തുടങ്ങിയ ബന്ധമാണ്. വീട്ടുകാരറിയുന്നത് മരണപ്പെട്ട് ഈ ലോഡ്ജിൽ മരണപ്പെട്ട് കിടക്കുന്നതാണ് ഞങ്ങൾക്ക് ഉമ്മ അറിയുന്നത്. എത്ര വിഷമമുണ്ടാകും. അവര് വിചാരിച്ചിരുന്നത് മംഗലാപുരത്ത് ലോഡ്ജിൽ കൂടുതൽ പഠിക്കാനുള്ളത് ഇവിടെ നിൽക്കുകയാണ്. എത്ര വിഷമിക്കുക ഉമ്മ. നിങ്ങളൊന്ന് ആലോചിച്ച്, ഞാനിങ്ങനെ ആലോചിച്ച ആ ഉമ്മയുടെ വിഷമം. കാരണം കള്ളത്തരം പറഞ്ഞിട്ടല്ലേ ഈ പെൺകുട്ടി പോയി. നമ്മുടെ ഉമ്മയും ഉപ്പയും എന്താക്കാൻ പാടില്ല. അല്ലെങ്കിൽ എന്താണോ ഈ വസിയത്ത് കൊടുക്കുന്ന എപ്പോഴാണ്? നേരെ നല്ല ആരോഗ്യമുള്ള സമയത്തല്ല. അബ്ദുൽ മുജീബ് എന്ന് പറയുന്ന ഒരു വ്യക്തി കുത്തി ഷഹീദാകുന്നതിന് മുമ്പാണ് മക്കളെ വിളിച്ച് ഉപദേശിക്കുന്നത്. അപ്പൊ മക്കളോടുള്ള സ്നേഹം, ജീവൻ നഷ്ടപ്പെടുന്നതിന് മുമ്പ് വരെ മക്കളെ നല്ല രീതിയിൽ ഉപദേശിച്ചുകൊണ്ടാണ് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞത്. സഹോദരന്മാരെ, സഹോദരിമാരെ, അവർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം അതോടൊപ്പം തന്നെ നമ്മൾ ഹക്കും ബാത്തിലും കൂട്ടിയോജിപ്പിക്കാൻ ഒരിക്കലും നമ്മൾ മെനക്കെടരുത്. അതിനുവേണ്ടി നമ്മൾ തുനിയരുത്. അങ്ങനെ തുനിഞ്ഞാൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞ പോലെയുള്ള ആ ഒരു 29 വയസ്സിൽ നമ്മുടെ ജീവിതം അവസാനിക്കും. നമ്മുടെ നല്ലത് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരും പിന്നെ നമ്മുടെ ഉമ്മയും ഉമ്മയും ക്ഷമിക്കേണ്ട രീതി വരും. ഇന്ന ആളുടെ മോന ഓടിപ്പോയി, നമുക്കൊരു പ്രശ്നമില്ല, നമ്മുടെ ഇപ്പം പോയി. ഇന്ന ആളുടെ അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞ അവന്റെ മോള് ഇന്ന ആളുടെ കൂടെ, നമ്മുടെ ബാപ്പയും അദ്ദേഹത്തിന്റെ ഉമ്മയും ഇങ്ങനെ പടികഴിക്കും. അങ്ങനെയുള്ള സാഹചര്യം നമുക്ക് ഉണ്ടാകാതിരിക്കണമെങ്കിൽ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ എന്ത് ചെയ്യണം? ദീന് നമ്മൾ പഠിക്കണം. അതിനുള്ള അവസരം അല്ലാഹുവിന്റെ ഈ ഭവനം ഇവിടെ ഉണ്ടാക്കിയതോടൊപ്പം തന്നെ നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതിനോട് സഹകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എത്ര ദീന് നമുക്ക് പഠിക്കാൻ പറ്റുമോ അത് പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. അങ്ങനെ തയ്യാറാവുന്നതിന് കൂടെ നമ്മൾ കൂടിയാൽ മദീന വെളിച്ചമായത് വെളിച്ചം പോലെ നമുക്ക് കാട്ടിത്തരുമോ, മദീന അന്ധകാരമായത് അന്ധകാരമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കി തരും. അങ്ങനെ പഠിക്കുന്ന വിശ്വാസികളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തുമാക്കി തരുമാറാകട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, പല രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന സഹോദരന്മാരുണ്ട്. അഷ്ഷാഫിയായ റബ്ബ് അവർക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. അല്ലാഹുമ്മ അഹ്യിനാ അലൽ കിതാബി വസ്സുന്ന വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ. അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനനാ ഫീ فلسطين. اللهم طهر المسجد الاقصى من اليهود القاسمين. سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين.